മോഡലിംഗിന്റെ മറവിലെ പെൺവാണിഭവും മനുഷ്യക്കടത്തുമാണ് ഇപ്പോൾ കുറച്ചു ദിവസങ്ങളായിട്ട് പ്രധാന ചർച്ചാ വിഷയമായിരിക്കുന്നത്. ഗ്ലാമർ ലോകത്തും ഫാഷൻ രംഗത്തും കരിയർ സ്വപ്നം കണ്ട് ഇറങ്ങിത്തിരിക്കുന്ന സാധാരണക്കാരായ പെൺകുട്ടികളുടെ ആഗ്രഹങ്ങളെ ചൂഷണം ചെയ്ത് അവരെ ലഹരി മരുന്നിന് അടിമകളാക്കി വിദേശത്തേക്ക് കടത്തി ലൈംഗിക അടിമകളാക്കുന്ന ഒരു വൻ മാഫിയ ശൃംഖലയാണ് ഇപ്പോൾ വെളിച്ചത്ത് വന്നിരിക്കുന്നത്. വെറും ഒരു സാമ്പത്തിക തട്ടിപ്പിൽ ഒതുങ്ങുന്നതല്ല ഈ കേസ്. കൊച്ചിയിലെ കുപ്രസിദ്ധ ഗുണ്ടാസംഘങ്ങളും സിനിമാ സീരിയൽ മേഖലയിലെ അണിയറ സ്വാധീനങ്ങളും അന്താരാഷ്ട്ര സെക്സ് റാക്കറ്റുകളും കോർത്തിണക്കപ്പെട്ട വലിയൊരു അധോലോക ശൃംഖല തന്നെയാണ് ഇപ്പോൾ നമ്മൾക്കിവിടെ തുറന്നു കാട്ടപ്പെടുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത് മഞ്ഞുമലയുടെ ഒരു അറ്റം മാത്രമാണ്. ദുബായിൽ നടക്കുന്ന റൂം ഹയാത്തി ഇന്റർനാഷണൽ ഫാഷൻ ഷോ എന്ന മെഗാ ഇവന്റിലേക്ക് മോഡലുകളെയും ബ്യൂട്ടീഷ്യൻസിനെയും ഒക്കെ ആവശ്യമുണ്ടെന്ന് കാണിച്ച് അലീസ ഇവന്റ്സ് എന്ന ഇൻസ്റ്റഗ്രാം പേജ് വഴിയാണ് ഇവർ വലവിരിച്ചത്. ഈ ചതിക്കുഴിക്ക് ആഴം കൂട്ടാൻ കേരളത്തിൽ അറിയപ്പെടുന്ന പ്രമുഖ അവതാരകരുടെയും സിനിമാ സീരിയൽ താരങ്ങളുടെയും ഫാഷൻ കോറിയോഗ്രാഫർമാരുടെയും പ്രൊമോഷൻ വീഡിയോകൾ പ്രതികൾ ജനങ്ങളിലേക്ക് എത്തിച്ചു. നാട്ടിൽ എല്ലാവർക്കും അറിയാവുന്ന പ്രമുഖ മുഖങ്ങളും കല്യാൺ സിൽക്സ് പോലെയുള്ള വൻകിട ബ്രാൻഡുകളുടെ ലോഗോകളും ഈ ഷോകളുടെ പോസ്റ്ററുകളിൽ കണ്ടപ്പോൾ സാധാരണക്കാരായ പെൺകുട്ടികൾക്ക് ഇതിന്റെ വിശ്വാസത്തിൽ ഒട്ടും സംശയം തോന്നിയിരുന്നില്ല. വലിയ രാജ്യാന്തര എക്സ്പോഷർ വാഗ്ദാനം ചെയ്ത് വിസിറ്റിംഗ് വിസയിലാണ് ഇവർ യുവതികളെ ദുബായിലേക്ക് കൊണ്ടുപോയത്. എന്നാൽ വിദേശത്തെത്തിയ ഉടനെ തന്നെ പെൺകുട്ടികളുടെ പാസ്പോർട്ടും മൊബൈൽ ഫോണുകളും പ്രതികൾ ബലമായി പിടിച്ചുവെച്ചു. തുടർന്ന് അവിടെയുള്ള രഹസ്യ അപ്പാർട്ട്മെന്റുകളിൽ അവരെ തടങ്കലിലാക്കിയായിരുന്നു. പെൺകുട്ടികൾക്ക് നൽകുന്ന ജ്യൂസുകളിലും അതുപോലെ എനർജി ഡ്രിങ്കുകളിലും ഒക്കെ മാരകമായ മയക്കുമരുന്ന് കലർത്തി അവരെ അബോധാവസ്ഥയിലാക്കുക. ഈ അവസ്ഥയിൽ ഒളിക്യാമറകൾ വെച്ച് ഇവരുടെ അശ്ലീല ദൃശ്യങ്ങളും ചിത്രങ്ങളും പകർത്തിയെടുത്തു. പിന്നീട് ഈ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുമെന്നും നാട്ടിലുള്ള കുടുംബാംഗങ്ങളെ അറിയിക്കുമെന്നും ഭീഷണിപ്പെടുത്തിയാണ് പ്രതിദിനം ലക്ഷങ്ങൾ സമ്പാദിക്കുന്ന ലൈംഗിക ചൂഷണത്തിന് ഇവരെ നിർബന്ധിതരാക്കുന്നത്. വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ വഴി ഇടപാടുകാർക്ക് പെൺകുട്ടികളുടെ ചിത്രങ്ങൾ അയച്ചു കൊടുത്ത് വലിയ തുകയ്ക്കാണ് ഓരോ ഡീലുകളും അവർ ഉറപ്പിച്ചിരുന്നത്. കേസിലെ ഒന്നാം പ്രതി മാസ്റ്റർ മൈൻഡുമായ ടോയ്സി സിന്ധു എന്ന 50 വയസ്സുകാരിയാണ് ഇതിന്റെ മുഴുവൻ അണിയറ നീക്കങ്ങളും നടത്തിയത്. സിന്ധുവിന്റെ മകളുടെ പേരിലുള്ള ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയാണ് ഇവർ ഇതിനായി മറയാക്കിയത്. ഇവരോടൊപ്പം ഏജന്റുമാരായി പ്രവർത്തിച്ച തിരുവനന്തപുരം സ്വദേശിനി അലീന എബ്രാഹിം, അതുപോലെ തന്നെ പൊന്നാനി സ്വദേശിനി മഞ്ജിമ എന്നിവരും പോലീസിന്റെ പിടിയിലായിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ അലീന എബ്രാഹിം മുൻപ് കൊച്ചിയിൽ ഒരു ബാർ ആക്രമണ കേസിൽ പ്രതിയായിട്ടുള്ള വ്യക്തിയൊക്കെ തന്നെയാണ്. അറസ്റ്റിലായ അലീനയുടെ പാർട്ണറായ ഔറംഗസീബ് എന്നയാൾ കേരളത്തിലെ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ഒരു ഗുണ്ടാ നേതാവാണ്. ഇയാൾ നിലവിൽ വിദേശത്തിരുന്നു കൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ ഇതൊരു കെട്ടിച്ചമച്ച കഥയാണെന്ന് വരുത്തി തീർക്കാൻ വീഡിയോകൾ ഇറക്കുന്നുണ്ട്. പരാതി നൽകി ഇരകളുടെ വീടുകളിൽ ചെന്ന് ഗുണ്ടാ സംഘങ്ങൾ വലിയ രീതിയിൽ ഭീഷണി മുഴക്കിയതായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതുവരെ കിട്ടിയ അറിവനുസരിച്ച് കൊച്ചിയിലെ 2 റൗഡി ഗാങ്ങുകൾ തമ്മിലുള്ള ആഭ്യന്തര കുടിപ്പകയുടെയും പാരപണിയുടെയും ഒക്കെ ഭാഗമായാണ് ഈ വിവരങ്ങൾ ഇപ്പോൾ പുറത്തോട്ട് ലീക്കായിരിക്കുന്നത്. എന്നാൽ പണിഞ്ഞത് ശത്രുക്കളാണെങ്കിൽ പോലും ഈ മനുഷ്യക്കടത്തും ക്രൂരതകളും ഇവിടെ കാലാകാലങ്ങളായി നടക്കുന്നുണ്ടെന്നത് കൈപ്പേറിയ യാഥാർത്ഥ്യം തന്നെയാണ്. മുഖ്യപ്രതി സിന്ധുവിന്റെ മകളുടെ സ്ഥാപനവുമായി കൊച്ചിയിലെയും തിരുവനന്തപുരത്തെയും ചില പ്രമുഖ താരങ്ങൾക്ക് സാമ്പത്തിക ഇടപാടുകളുണ്ട്. ഈ പെൺകുട്ടികളെ വിദേശത്ത് ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കുക മാത്രമല്ല, തിരിച്ച് നാട്ടിലേക്ക് വരുമ്പോൾ സ്വർണം കടത്താനുള്ള കാരിയർമാരായി ഉപയോഗിച്ചിരുന്നു എന്നും അന്വേഷണ സംഘം ഇപ്പോൾ ശക്തമായി സംശയിക്കുന്നുണ്ട്. ഈ കേസിന്റെ 5% വിവരങ്ങൾ മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഗ്ലാമർ ലോകത്തിന്റെ തിളക്കവും പണക്കൊഴുപ്പും കണ്ട് അന്ധമായി ഇത്തരം കെണികളിലേക്ക് ചാടുന്നവർക്ക് ഒരു വലിയ മുന്നറിയിപ്പ് തന്നെയാണ് ഈ സംഭവം. എത്ര വലിയ സെലിബ്രിറ്റികൾ വന്ന് പ്രൊമോട്ട് ചെയ്താലും, എത്ര വലിയ ബ്രാൻഡുകളുടെ പേര് പറഞ്ഞാലും കൃത്യമായ പശ്ചാത്തല പരിശോധന നടത്താതെ ആരും ഇത്തരം മോഡലിംഗ് ഓഫറുകൾ സ്വീകരിക്കരുത്. അവസരങ്ങൾ വാഗ്ദാനം ചെയ്ത് വിസയും ടിക്കറ്റും ഫ്രീ ആയി തരാം എന്ന് പറയുന്നതിന് പിന്നിൽ വലിയൊരു ചതിക്കുഴി ഉണ്ടെന്ന് തിരിച്ചറിയണം.